മാത്രമല്ല ഇതിനിടയിൽ ഒരു ലോറിയുടെ ഭാഗമെന്ന് കരുതിയ മെറ്റൽ ഭാഗങ്ങളൊക്കെ കണ്ടെത്തിയിരുന്നു. പക്ഷെ അതും അർജുൻ്റേതല്ല എന്നാണ് കരുതേണ്ടത് റവന്യൂ മന്ത്രിയുടെ വാക്കുകളെ വിശ്വസിച്ചാൽ. അപ്പോൾ എവിടെയാണ് അർജുൻ എന്നുള്ളത് ഇപ്പോഴും ചോദ്യചിഹ്നമായി നിൽക്കുന്നു. അർജുൻ എവിടെ പോയി? അർജുൻ കാണാമറയത്താകുന്നത് എങ്ങനെ? ലോറി ഉൾപ്പെടെ കാണാമറയത്താകുന്നത് എങ്ങനെ എന്നുള്ളതാണ് ചോദ്യം. പക്ഷേ ഇപ്പോഴും അതിനൊരു ഉത്തരം നൽകാൻ ആർക്കും കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. മിഥുൻ, ഈ മന്ത്രിമാർ അവിടെ കേന്ദ്രീകരിച്ച് നിൽക്കുന്നുണ്ട്. കർണാടക സർക്കാർ പ്രത്യേകിച്ചും ആദ്യഘട്ടങ്ങളിൽ വലിയ പോരായ്മ, വീഴ്ചകൾ സംഭവിച്ചു തെരച്ചിലിൽ എന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്ന സാഹചര്യമുണ്ടല്ലോ. അപ്പോൾ ഇനി ഇങ്ങോട്ട് പരമാവധി ഊർജിതമായി രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ള ഒരു ദൗത്യം, ആ ഒരു ലക്ഷ്യം കർണാടക സർക്കാരിനുണ്ട്. അതുകൂടി മുൻനിർത്തിയല്ലേ ഈ അപ്ഡേഷൻസ് അത് 7 മണിക്ക് തരാം, കൂടുതൽ ദൗത്യം അത് പുരോഗമിക്കുന്നു എന്നെല്ലാം റവന്യൂ മന്ത്രി വിശദീകരിക്കുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ് അൽദോ. കാരണം നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വലിയ വീഴ്ച കർണാടക സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വലിയൊരു അലംഭാവം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായി. തെരച്ചിൽ വലിയ രീതിയിൽ താമസമുണ്ടായതടക്കമുള്ള വിമർശനങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അത് ശരിവെക്കുന്നത് തന്നെയാണ് നമുക്ക് ഈ ഒരു ദൃശ്യങ്ങളിലൂടെ കാണാൻ സാധിക്കുകയും ചെയ്തത്. കാരണം 6 ദിവസമായിട്ടും ഇത്രയും നേരമായിട്ടും ഈ ഒരു മണ്ണ് മുഴുവൻ നീക്കം ചെയ്യാൻ സാധിച്ചത്, ഏകദേശം 98% നീക്കം ചെയ്യാൻ സാധിച്ചത് ഇന്ന് രാവിലത്തെ ഈ ഒരു ഊർജിതമായ ശ്രമം കൊണ്ട് തന്നെയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ ഈ ഒരു ശ്രമം ഉണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു പരാതി വന്ന ആ സമയം തൊട്ട് തന്നെ ഈ ഒരു ശ്രമം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെ ഒരുപക്ഷെ നേരത്തെ തന്നെ നമുക്ക് അർജുനിലേക്ക് എത്താൻ സാധിക്കുമായിരുന്നു. ഒപ്പം തന്നെ മറ്റ് 2 പേരെ കാണാതായ മറ്റ് 2 പേരിലേക്ക് എത്താൻ സാധിക്കുകയും ചെയ്യുമായിരുന്നു. ഒപ്പം തന്നെ ലോറി അടക്കമുള്ളവ കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ആ ഒരു ഇടപെടൽ അത് പ്രധാനമായും ജില്ലാ ഭരണകൂടത്തിന്റെ വീഴ്ച എന്നുള്ളതാണ് തന്നെയാണ് ഏറ്റവും പ്രധാനമായും നമ്മൾ എടുത്തു പറയുകയും ചെയ്യേണ്ടത്. കാരണം ഇന്ന് രാവിലെ ഈ ഒരു രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ആദ്യം എത്തേണ്ടത് ജില്ലാ ഭരണകൂടം തന്നെയാണ്. പക്ഷേ ജില്ലയുടെ ഭാഗമായിട്ടുള്ള കളക്ടറോ അല്ലെങ്കിൽ ജില്ല പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവരൊന്നും തന്നെ അവിടേക്ക് എത്താത്തൊരു സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. ഏകദേശം 9 മണിയോടുകൂടി SP ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് എത്തുമെന്ന് നേരത്തെ അറിയിച്ചുവെങ്കിൽ പോലും തന്നെ അവരെത്തിയത് 10:30 മണി അല്ലെങ്കിൽ 11 മണിക്ക് ശേഷമാണ്. അത്തരത്തിൽ അലംഭാവത്തോടു കൂടിയാണ് ഈ ഒരു രക്ഷാപ്രവർത്തനത്തെ അവർ കാണുകയും ചെയ്തത്. കഴിഞ്ഞ 5 ദിവസവും ഇതേ രീതിയിൽ തന്നെയാണ് കാണുകയും ചെയ്തത്. എന്തായാലും തുടർ നടപടികൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും നിലവിൽ വിമർശനങ്ങൾക്ക് ഒരു കാര്യമില്ല എന്നുള്ളതാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിച്ചുകൊണ്ട് കാര്യമില്ല. അർജുനിലേക്ക് എത്തുക എന്നുള്ളൊരു ലക്ഷ്യമാണ് എന്തായാലും പ്രധാനമായി നമുക്കിനി ഉള്ളത്. അതിലേക്ക് എത്താൻ വേണ്ടിയുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. കാരണം സേനയുടെ വലിയ നിര അവിടെയുണ്ട്, വലിയ സേന വിഭാഗങ്ങളുണ്ട്, ഒപ്പം തന്നെ നാവികസേനയുടെ വിഭാഗങ്ങളുണ്ട്, ഒപ്പം തന്നെ വ്യോമസേനയുടെ സഹായം തേടിയിട്ടുണ്ട്. കാരണം മണ്ണിടിച്ചിൽ ഇനിയും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഈ നിലവിൽ നേരത്തെ എഴുത്തു സൂചിപ്പിച്ചപ്പോൾ തന്നെ 4 വരി പാതയാണ്. ഒപ്പം തന്നെ ഈ സമയത്ത് ഈ ലോറി അവിടെ നിർത്തിയിട്ടേക്കാം എന്നുള്ളൊരു സാഹചര്യം കൂടിയുണ്ട്. ആ സമയത്ത് ലോറി റണ്ണിങ്ങിലാണോ എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ ആ സമയത്ത് അവിടെ പാർക്ക് ചെയ്തിട്ടേക്കാണോ എന്നുള്ള കാര്യം കൂടിയുണ്ട്. കൂടാതെ കുടുംബാംഗങ്ങൾ വിളിക്കുമ്പോൾ ആ സമയത്ത് ഫോൺ റിംഗ് ചെയ്യുന്നുണ്ട് അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ പറയുകയും ചെയ്തിരുന്നു. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയോട് ചോദിക്കുകയും ചെയ്തപ്പോൾ ഒരുപക്ഷെ ഈ ബെൽ റിംഗ് ചെയ്ത് എന്ന് പറയുന്നത് ആ സമയത്ത് ഈ അപകടമുണ്ടാകുന്ന സമയത്ത് ഒരുപക്ഷെ ഈ ഫോൺ അർജുനിൽ നിന്ന് മിസ്സായതാകാം, ആ സമയത്ത് ഈ മണ്ണിലേക്ക് വീണതാകാം. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ആ സമയത്ത് ഇവിടെ സിഗ്നൽ കാണിച്ചതെന്നുള്ള ഒരു നിഗമനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രാഥമിക നിഗമനം കൂടിയാണ് അവർ പറയുകയും ചെയ്തത്. അത്തരത്തിൽ ഊർജിതമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ലോറി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറെ വിഷമകരമായിട്ടുള്ള കാര്യം. കാരണം ഈ മണ്ണ് മാറ്റിയാൽ അവിടെ ഈ ലോറി ഉണ്ടാകും, അർജുന അതിനകത്ത് തന്നെ ഉണ്ടാകും, ഓക്സിജന്റെ ലഭ്യതയൊക്കെ ഉണ്ടാകും. ഒപ്പം തന്നെ വെള്ളം ലോറിക്കകത്ത് വേണ്ട വിധം ഉണ്ടായിരുന്നു എന്നാണ് ഈ ഉടമകൾ ഒക്കെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായി നമുക്ക് അർജുന അടുക്കേക്ക് എത്താൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ആ പ്രതീക്ഷ ഇതുവരെയും കൈവിട്ടിട്ടില്ല എന്നുള്ളതാണ്. നിലവിൽ 98% മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട് എന്നാണ് റവന്യൂ വകുപ്പ് മന്ത്രി വ്യക്തമാക്കുന്നത്. പക്ഷേ അവിടെ അതായത് പൂർണ്ണമായും ഈ 4 വരി പാതയിലെ അവിടെയുള്ള മണ്ണുകളൊന്നും തന്നെ നീക്കം ചെയ്തിട്ടില്ല എങ്കിൽ പോലും തന്നെ നിലവിൽ ലോറി കണ്ടെത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പക്ഷേ നിലവിൽ മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ നിന്നുള്ള മണ്ണ് നീക്കം ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് അവിടെ നിന്നുള്ള ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നവരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ നേരത്തെ തന്നെ ഉയർന്നു വന്ന ഒരു ആക്ഷേപം, അതായത് അർജുനെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെയോ കണ്ടെത്തുന്നതിന് പകരം അവിടെ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയായിരുന്നു ഈ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് എന്നുള്ളതാണ്. ആദ്യം അവർ അതിനാണ് ഏറ്റവും കൂടുതൽ മുൻഗണന നൽകിയെന്നുള്ളൊരു ആക്ഷേപം ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും അതിനുള്ള നടപടി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എന്തായാലും കടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും നിലവിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അവർ സന്ദർശനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. മന്ത്രിമാരുടെ ഒക്കെ നിര അവിടെയുണ്ട്. ഒപ്പം തന്നെ അവരെല്ലാം തന്നെ ഇവിടെ എത്തി ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഏർപ്പെടുത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അതിനുവേണ്ടിയുള്ള എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും ഇപ്പോൾ പുരോഗമിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇനി നമുക്ക് അറിയേണ്ടതായിട്ടുള്ളത് സന്ധ്യയാവാൻ പോവുകയാണ്. അതിനുശേഷം എങ്ങനെയാണ് ഈ പുഴ കേന്ദ്രീകരിച്ച്
കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തുന്നത്. എന്തായാലും രാത്രിയായി കഴിഞ്ഞാൽ, നേരം വെളുട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും രക്ഷാദൗത്യം നടക്കില്ല, തെരച്ചിൽ നടത്തില്ല. നാളെ രാവിലത്തേക്ക് വീണ്ടും തെരച്ചിൽ പുനരാരംഭിക്കേണ്ടി വരും. താൽക്കാലികമായി ഇന്ന് തെരച്ചിൽ അവസാനിപ്പിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. എന്തായാലും ഇനി അരമണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത് നേരം വീട്ടുന്നതിന് വേണ്ടിയുള്ളത്. ആ സമയത്ത് കൂടി കൂടുതൽ സേനാ വിഭാഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ, വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട് തന്നെ, കൂടുതൽ സജ്ജീകരണങ്ങൾ ഒരുക്കിക്കൊണ്ട് തന്നെ ആ പുഴയിലേക്ക് ഇറങ്ങിയുള്ള ഒരു തെരച്ചിൽ നടത്താനുള്ള ഒരു ശ്രമത്തിലേക്കാണ് ഇപ്പോൾ കടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ. ആ യോഗത്തിന് ശേഷം ഒരുപക്ഷെ ഒരു നിർദ്ദേശമുണ്ടാകാം. വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ ചേർക്കൊണ്ട് ഏതൊക്കെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ പുഴയിലെ രക്ഷാദൗത്യം ഏകോപിപ്പിക്കാൻ, കാരണം അത്രയും ദുഷ്കരമായിട്ടുള്ളൊരു ദൗത്യമാണ്. കരയിൽ ഈ രക്ഷാദൗത്യം ഏകോപിപ്പിക്കുന്നതിന് കൂട്ടമല്ല ഈ വെള്ളത്തിലെ ഒരു പരിശോധന നടത്തുക എന്നുള്ളത്. അത് വലിയ ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യം തന്നെയാണ്. അത് ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി കൂടുതൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതെല്ലാം തന്നെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ കര കേന്ദ്രീകരിച്ചുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോൾ നിലവിൽ താൽക്കാലികമായി ഏകദേശം നിർത്തിവെച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം കൂടുതൽ മണ്ണ് നീക്കം ചെയ്താൽ ഒരുപക്ഷെ ഈ ജിയോളജിക്കൽ സർവേയുടെ ഡിപ്പാർട്ട്മെന്റ് മുന്നറിയിപ്പ് പ്രകാരം മുകളിൽ നിന്ന് വീണ്ടും കൂടുതൽ മണ്ണിടിഞ്ഞ് താഴേക്ക് വീഴാനുള്ള ഒരു സാഹചര്യമുണ്ട്, അത്തരത്തിലുള്ള പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് അത് കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ ശ്രദ്ധയോടുകൂടി കരുതലോടുകൂടി മുന്നോട്ട് പോയാൽ മതി എന്നുള്ളൊരു നിർദ്ദേശമാണ് എന്തായാലും ഈ ദൗത്യസംഘം നൽകിയിട്ടുള്ളത്. എന്തായാലും സേനാ വിഭാഗങ്ങളുണ്ട്, നാവികസേനയുടെ വലിയ നിരയുണ്ട്. അവരെല്ലാം തന്നെ ഇപ്പോൾ പുഴ കേന്ദ്രീകരിച്ച് രക്ഷാദൗത്യം പുരോഗമിപ്പിക്കുകയാണ്. ഒപ്പം തന്നെ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ മണ്ണ്, ഈ നാലുവരി പാതയുടെ മറുവശത്തുള്ള ഈ പുഴയിലേക്ക്, ആ പുഴയിലെ സൈഡിലേക്ക് കൂടുതൽ മണ്ണ് ഇടിഞ്ഞ് വീണ് കിടപ്പുണ്ട്. ആ മേഖല കേന്ദ്രീകരിച്ച് പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. അവിടുത്തെ മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികളിലേക്കാണ് ഇനി കടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ വിമർശനങ്ങൾക്ക് എന്തായാലും കർണാടക സർക്കാർ ഏറ്റുവാങ്ങേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ 6 ദിവസമായി എന്ത് ചെയ്തു എന്നുള്ള ഒരു ചോദ്യമുണ്ട്. കാരണം ഇന്ന് ചെയ്ത ആ ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ ആ ഒരു ഊർജ്ജം കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമുക്ക് എത്രയും വേഗം തന്നെ നേരത്തെ തന്നെ അർജുനിലേക്ക് എത്താൻ സാധിക്കുമായിരുന്നു. അത് അത്തരത്തിലുള്ള ഒരു അലംഭാവം സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്, സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ അലംഭാവം ഉണ്ടായിട്ടുള്ളത് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് തന്നെയാണ്. ഒപ്പം തന്നെ നമുക്കറിയാം നേരത്തെ ഈ ഒരു രക്ഷാദൗത്യം പുരോഗമിക്കുന്നതിനിടയിൽ കൂടി പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ മർദ്ദിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടന്നെന്നുള്ളൊരു വിഷമകരമായിട്ടുള്ള ഒരു വാർത്തയൊക്കെ നമ്മൾ പുറത്ത് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യങ്ങൾ കൂടി പരിശോധിക്കുമെന്നാണ് എന്തായാലും റവന്യൂ വകുപ്പ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും നിലവിൽ ക്കാനുള്ള ഒരു സമയമല്ല, ഈ രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കേണ്ടതായിട്ടുണ്ട്. അർജുനെ അടക്കമുള്ള കാണാതായിട്ടുള്ള ആൾക്കാരെയൊക്കെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതിനാണ് കൂടുതൽ മുൻഗണന നൽകുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങൾക്ക് പിന്നീട് മറുപടി നൽകാമെന്നുള്ള ഒരു കാര്യം കൂടിയാണ് എന്തായാലും റവന്യൂ വകുപ്പ് മന്ത്രി കൃഷ്ണ ബൈര ഗൌഡ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം അവിടെ സ്ഥലത്ത് തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കൂടുതൽ സേനാ വിഭാഗങ്ങളെ ലഭ്യമാക്കണമെങ്കിൽ അതിനുവേണ്ടിയുള്ള നടപടികൾ ഏകോപിപ്പിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ നമുക്കറിയാം നേരത്തെയൊക്കെ ഈ ഒരു മഴ പെയ്യുന്ന സമയത്തൊക്കെ തന്നെ ഈ ഒരു മേഖലയിൽ കൂടുതലും ഈ മേഖലയിൽ, അതായത് ഈ റോഡിൽ മണ്ണിടിച്ചിലുണ്ടാകുന്നത് വളരെ സാധ്യത കുറവായിരുന്നു. അത്തരത്തിലുള്ള മണ്ണിടിച്ചിലുണ്ടാകുന്ന ഏകദേശം ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ ഈ റോഡ് കേന്ദ്രീകരിച്ച് മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ളത്. നേരത്തെയൊക്കെ തന്നെ ഈ ഒരു റെയിൽ ഗതാഗതം പൂർണ്ണമായും സ്തംഭിക്കുന്ന തരത്തിലേക്കായിരുന്നു ഈ മണ്ണിടിഞ്ഞ് വീണുകൊണ്ട് ഈ മേഖലകളിലൊക്കെ തന്നെ ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത്. അതായത് ഈ റെയിൽ പാളത്തിലേക്ക് മണ്ണിടിഞ്ഞ് വീണാണ് കൂടുതൽ അപകടങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ സമയത്തൊന്നും തന്നെ ആളഭയങ്ങൾ ഉണ്ടാകില്ലായിരുന്നു. കാരണം ട്രെയിൻ മാത്രം കടന്നു പോകുന്ന മേഖലയാണ്, അവിടെയൊക്കെ ആൾതാമസമില്ലാത്ത ഏരിയയാണ്, ജനങ്ങൾ അതിലെ കൂടെ നടക്കാത്ത ഏരിയ കൂടിയാണ്. അതുകൊണ്ട് തന്നെ മൃഗങ്ങളടക്കമുള്ളവ ഉണ്ട് എങ്കിലല്ലാതെ മറ്റ് ജനങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റാളുകളും മനുഷ്യർക്കൊന്നും തന്നെ അപകടമുണ്ടാക്കാത്ത തരത്തിൽ രീതിയിലായിരുന്നു അവിടെ ഈ മേഖലകൾക്ക് മണ്ണിടിഞ്ഞ് വീഴാറുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ ഈ 4 വരി പാതയുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ട് കാലം കുറിച്ചായിട്ടേ ഉള്ളൂ. അതാണ് ഇത്തരത്തിൽ കൂടുതൽ മണ്ണിടിഞ്ഞ് ഇവിടേക്ക് വീഴാനുള്ളൊരു സാഹചര്യം ഉണ്ടായതെന്നുള്ളൊരു വിമർശനം കൂടി പല കോണുകളിൽ നിന്ന് ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. കാരണം ഈ മേഖലയിൽ നേരത്തെ 1 വരി പാതയായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് പിന്നീടാണ് സർക്കാരിന്റെ നേതൃത്വത്തിൽ കൂടുതൽ ഈ 2 സംസ്ഥാനങ്ങൾ തമ്മിൽ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി വലിയ മൈസൂരിൽ നിന്ന് ഈ മേഖല, അതായത് ഈ കർണാടകയിൽ നിന്ന് ഈ ബോർഡർ, അതായത് കേരള ബോർഡറിലേക്ക് കാസർഗോഡേക്ക് എത്തുന്നതിന് വേണ്ടി വലിയ വിശാലമായ 4 വരി പാത നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്ത ആ മേഖലയിലാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. കാരണം ഇവിടെയൊക്കെ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ കൂടുതൽ സാധനങ്ങൾ കയറ്റി വരുന്ന വലിയ ട്രക്കുകളും ഒപ്പം തന്നെ കണ്ടെയ്നേഴ്സും ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള വലിയ ലോറികളും ഒക്കെ അവിടെ വിശ്രമത്തിനായി കൂടുതൽ സമയം നിർത്തിയിടുന്ന ഒരു പ്രദേശം കൂടിയാണ് എന്നാണ് ഈ പ്രദേശവാസികളൊക്കെ തന്നെ നമ്മോട് പങ്കുവച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ
ഈ ലോറി ആ സമയത്ത് അവിടെ നിർത്തിയിട്ടുണ്ടാകാം, ഈ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന സമയത്ത് നിർത്തിയിട്ടുണ്ടാകാം എന്നുള്ളൊരു പ്രാഥമിക നിഗമനത്തിലേക്കാണ് എന്തായാലും എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ GPS സംവിധാനവും ഇപ്പോൾ തന്നെ റഡാർ സംവിധാനവും ഒക്കെ അവിടെ കാണിച്ചത്. പക്ഷേ ഈ GPS സംവിധാനം ഉപയോഗിച്ച് ഈ സിഗ്നൽ സംവിധാനം ഏകദേശം 1/2 കിലോമീറ്ററോളം റേഡിയസിൽ കാണിക്കാം. പക്ഷേ അത് കൃത്യമായ സ്ഥലത്താണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്നാണ് ഈ മോട്ടോർ വകുപ്പ് വിദഗ്ധരും ഒക്കെ അഭിപ്രായപ്പെടുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അവിടുത്തെ മണ്ണ്, ഈ റോഡിലെ മണ്ണ് പൂർണ്ണമായും മാറ്റാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും തന്നെ ഈ റോഡിലെ പൂർണ്ണമായും, അതായത് ലോറി അടക്കമുള്ളവ ഏതെങ്കിലും തരത്തിലുണ്ട് എങ്കിൽ അത് കണ്ടെത്താൻ പറ്റുന്ന തരത്തിലുള്ള മണ്ണ് 98% മാറ്റാൻ സാധിച്ചു എന്നാണ് മന്ത്രി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരൊക്കെ പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നിലവിൽ അവർ ഒരു പ്രാഥമിക നിഗമനം അനുസരിച്ച് ലോറി റോഡിലില്ല എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ ഈ ആഘാതത്തിൽ ലോറി മറിഞ്ഞ് മറു സൈഡിലേക്ക് വീണിട്ടുണ്ടാകാം, പുഴയിലേക്ക് വീണിട്ടുണ്ടാകാം എന്നുള്ളൊരു പ്രാഥമിക നിഗമനത്തിലേക്ക് അവർ എത്തുന്നു. അതുകൊണ്ട് തന്നെയാണ് പുഴ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും